വലിപ്പത്തിൽ അവൻ ഈ സ്നേഹം വിടർത്തി കാണിച്ചു. പിതാവ് പറഞ്ഞു, അതൊന്നും സ്നേഹമല്ലടാ, നിനക്ക് മറ്റുള്ളവരോടൊക്കെ എന്നാ സ്നേഹമാണ്, അതുകൊണ്ട് ഞാനിനി നിനക്ക് ഒന്നും തരാൻ പോകുന്നില്ല. ഇനി ലഡുവില്ല, ജിലേബി ഇല്ല, ഒന്നുമില്ല. വെറുതെ എൻ്റെ കാശും കളഞ്ഞു നേരവും കളഞ്ഞു മെനക്കേട്. പിതാവ് കൊച്ചിനെ പ്രകോപിപ്പിച്ചപ്പോൾ കൊച്ചിന് ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമം ഈ കൊച്ചിന്. അവന് പിതാവിനെ ഇഷ്ടമാണ്, പക്ഷെ അത് എന്തീരം ഉണ്ടെന്ന് പറഞ്ഞാലോ ഇത് ഞാൻ തൃപ്തിയാവുക, അത് കൊച്ചിനെ അറിയത്തില്ല. അതുകൊണ്ട് ഈ കൊച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. അവൻ ഈ സ്നേഹം വെളിപ്പെടുത്താൻ ഒരു വഴിയും കാണാതെ അവൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. എന്നേച്ചിട്ട് അവൻ കൈ രണ്ടും പരമാവധി അങ്ങ് വിടർത്തി. ഇത്രയും വിടർത്തി പറഞ്ഞേച്ചിട്ട് അവൻ പറഞ്ഞു, എനിക്ക് പിതാവിനെ ഇത്രയും ഇഷ്ടമാണ്. എന്നിട്ട് ശീൻമെത്രാൻ പറയുക, അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ക്രൂശിതൻ്റെ വിടർന്ന കരങ്ങളുടെ അർത്ഥം വായിച്ചെടുത്തു. അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ക്രൂശിതൻ്റെ വിടർന്ന കരങ്ങളുടെ അർത്ഥം വായിച്ചെടുത്തു. ഓരോ ക്രൂശിത രൂപവും മനുഷ്യരായ നമ്മെ നോക്കി ദൈവം വിളിച്ചു പറയുന്ന സനാതനമായൊരു സത്യത്തിൻ്റെ സാക്ഷ്യമാണ്. അല്ലയോ സഹോദര സഹോദരി, ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മിശിഹാ തമ്പുരാൻ ഇരുകരങ്ങളും വിടർത്തി നിൽക്കുന്ന കുരിശുരൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സഹനവും ചെന്നെത്തുന്ന സമ്പൂർണതയുടെ കേന്ദ്രമെന്നത് മിശിഹാ തമ്പുരാൻ്റെ കുരിശാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. മിശിഹാ എന്തുകൊണ്ട് സഹിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. എന്തിനു വേണ്ടി അവൻ സഹിച്ചത്? മനുഷ്യനോടുള്ള വലിയ സ്നേഹത്തെ പ്രതി. ആരുടെയെല്ലാം ഹൃദയത്തിൽ സ്നേഹമുണ്ടോ അവരെല്ലാം പരാതി കൂടാതെ പരിഭവം കൂടാതെ സഹിക്കുന്നു. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു അൽഫോൻസാമ്മയുടെ ഗന്ധമുള്ള നാടാണ് പാല, അല്ലേ? ഈ പ്രദേശം, ഈ രൂപത അനുഗ്രഹീതമാണ്. ഭാരത സഭ കണ്ടതിൽ ഏറ്റവും മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു കന്യാസ്ത്രീ അമ്മയുടെ സ്വരമുയർന്ന പാദം പതിഞ്ഞ വിശുദ്ധ ഭൂമിയിലാണ് നമ്മളായിരിക്കുക. അത്രയും സുന്ദരമായി ഈ നാട് നൽകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം വളരെ ലളിതമാണ്. വൻ കാര്യങ്ങളൊന്നും ആ അമ്മ ചെയ്തതായിട്ട് എന്തായിരുന്നു അൽഫോൻസാമ്മയുടെ പണിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. താമരശ്ശേരി രൂപത അവരുടെ രൂപതാ മധ്യസ്ഥയായ അൽഫോൻസാമ്മയെ തിരഞ്ഞെടുത്തേക്ക്. അവരുടെ ജൂബിലി വർഷം പ്രമാണിച്ച് ഈ വർഷം അൽഫോൻസ വർഷമായിട്ട് ആഘോഷിച്ചപ്പോൾ അതേക്കുറിച്ച് അൽഫോൻസാമ്മയുടെ ജീവിത ദർശനത്തെക്കുറിച്ച് സംസാരിക്കാൻ 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ പോകുന്ന വഴിക്ക് ആലോചിച്ച്, ഈ അൽഫോൻസാമ്മയ്ക്ക് എന്താ ജീവിത ദർശനമുള്ളത്? ഒരു ജീവിതം തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഈ അൽഫോൻസാമ്മയ്ക്ക് ജീവിത ദർശനമുള്ളത് എന്ന്. വൻകാര്യങ്ങൾ ഒന്നും ഈ അമ്മ ചെയ്തതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ജീവിതത്തിൻ്റെ വേദനകൾ ദൈവസ്നേഹത്തിൽ ചാലിച്ച് തമ്പുരാനുള്ള കാണിക്കയായി സമർപ്പിച്ചപ്പോൾ ഈ അമ്മയെക്കുറിച്ച് സ്വർഗം പറഞ്ഞു. ഭാരതം കണ്ടതിൽ ഏറ്റവും മഹോന്നതമായ ക്രിസ്തീയ ജീവിതം നയിച്ചത് ആരാണ്? അൽഫോൻസാമ്മയാന്ന്. എത്രയോ സമർത്ഥരായ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഈ നാട്ടിൽ, അല്ലേ? കോളേജ് പ്രിൻസിപ്പൽമാരായത്, വലിയ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുള്ളവർ, എന്തെല്ലാം സമർത്ഥര് ഈ നാട്ടിൽ ഉണ്ടോ. അച്ഛന്മാർക്ക് വല്ല കുറവുണ്ടോ? അല്ല, മെത്രാണിച്ചന്മാർക്ക് വല്ല കുറവുണ്ടോ? പക്ഷെ ഇവരെ എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവം പറഞ്ഞ എന്നതാ, ഓക്കെ മിടുക്കന്മാരായിരിക്കും, കൊള്ളാം, നല്ലത്. പക്ഷേ ഞാൻ പ്രസാദിച്ച എൻ്റെ ഏറ്റവും സംപ്രീതയായ പുത്രി ആരാണ്? ഈ സഹനത്തെ സമർപ്പണമായി ദൈവ തിരുമുമ്പിൽ കാഴ്ചവെക്കാൻ പഠിച്ചവൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനത്തെ ദൈവസ്നേഹത്തെ പ്രതി സമർപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം, വിശ്വാസ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, ദൈവസ്നേഹത്തെ പ്രതി ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ തമ്പുരാനുള്ള കാണിക്കയായി സമർപ്പണമായി നാം കാഴ്ചവെക്കുമ്പോഴാണ്.
ആ തലത്തിലെത്തിയാലേ ഈ സഹനത്തിന് അർത്ഥമുള്ളൂ. അതുവരെയും ഈ സഹനം അസ്വസ്ഥത ജനിപ്പിക്കുന്നത്. ഈ പല സഹനങ്ങളുടെയും ആത്യന്തികമായ അർത്ഥം മനുഷ്യന് കണ്ടെത്താൻ തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ സത്യം. മനുഷ്യജീവിതത്തിലെ പല സഹനങ്ങളുടെയും അർത്ഥം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിനെ ജീവിത മധ്യത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു അമ്മച്ചിയുടെ ദുഃഖം. ഈ അടുത്ത നാളുകളിൽ ഞാൻ പങ്കെടുത്ത ഏതാനും മൃതസംസ്കാര ശുശ്രൂഷകൾ വളരെ കരളലിയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന ഒരു ഭർത്താവ് പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിത പങ്കാളിയെ വിട്ടുപേക്ഷിച്ച് 30-ാം വയസ്സിൽ അന്ത്യയാത്ര പറഞ്ഞു പോകുമ്പോൾ ബുദ്ധിമാന്ദ്യം ബാധിച്ച ആ കുഞ്ഞുങ്ങൾ അപ്പൻ്റെ മൃതശരീരത്തിൽ തട്ടിക്കൊണ്ട് വിളിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ചരമപ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ സ്വരം ഇടറിപ്പോയത് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ അധികം പ്രസംഗിക്കാതെ നിർത്തി. കാരണം മനുഷ്യൻ്റെ സഹനത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം കണ്ടെത്താൻ ആർക്കാ കഴിയുക? ഈ 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇടവക വികാരിച്ചൻ എന്നെ വിളിച്ചു, അച്ഛനൊരു ചരമപ്രസംഗം പറയാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ വരുമോ എന്ന്. ചരമപ്രസംഗം പറയാൻ അങ്ങനെ ദീർഘദൂരമൊന്നും ആരും യാത്ര ചെയ്ത് പോകാറില്ല. അത് അവിടെയുള്ള അച്ഛന്മാരാരേലും പറയുകയും. ഞാൻ ചോദിച്ചു, അതെന്ത് ചരമപ്രസംഗം പറയാൻ എന്നെ വിളിക്കുക? അതേ അച്ഛാ, ഇവിടെ ഒരു കുടുംബത്തിൽ തന്നെ 2 കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായ അപകടങ്ങളിൽപ്പെട്ട് ഒരേ ദിവസം മരിച്ചു. ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ എനിക്ക് പോലും സാധിക്കുന്നില്ല. ഈ ഇടവകയിലെ സകല മനുഷ്യരുടെ വിശ്വാസത്തെ ഇത് ബാധിച്ചിട്ടുണ്ട്. അവർക്ക് വിശ്വാസത്തിലൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അച്ഛനെ? അതിനുവേണ്ടി ഞാൻ അച്ഛനെ വിളിക്കും. ഞാൻ പറഞ്ഞു, ഞാനും വരികയില്ല, എനിക്കും അറിയത്തില്ല. 2 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് ആശ്വാസത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ ക്രൂശിതനായ മിശിഹാ തമ്പുരാനല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുകയല്ല, ഇല്ലേ? നമ്മൾ പലപ്പോഴും സാരമില്ല എന്നൊക്കെ പറയും, ഇല്ലേ? ഭർത്താവ് മരിച്ചു പോയ ഭാര്യയെ ചെന്ന് അയലോക്കത്തെ ചേർത്തി പറയും, സാരമില്ലടി എന്ന് പറയും, ഇല്ലേ? സാരമില്ലാത്ത ആർക്കാ? ഈ അയലോക്കത്തെ ചേർത്തിക്ക് സാരമുള്ള കാര്യമല്ല, മരിച്ചത് ഇവളുടെ ഭർത്താവ്. പക്ഷേ ഓരോ നഷ്ടങ്ങളും വലിയ സാരമുള്ളതാണ്, സങ്കടകരമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ കരയുക. ഈ ഉത്തരം കിട്ടാത്ത സഹനത്തിൻ്റെ സമസ്യയ്ക്ക് മുമ്പിൽ മനുഷ്യൻ പതറി നിന്നു പോകാറുണ്ട് ജീവിതത്തിൽ. എന്തിനു വേണ്ടി മനുഷ്യൻ ഇങ്ങനെ സഹിക്കണം? പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്, വൈ ഷുഡ് ഹ്യൂമൻ ബീയിങ്സ് അണ്ടർഗോ സഫറിങ്? എന്തുകൊണ്ടാണ് മനുഷ്യർ സഹിക്കേണ്ടി വരും? എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ടാകാം സഹനത്തിന്. ചിലപ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങളുടെ പേരിൽ മനുഷ്യൻ സഹിക്കാൻ നിർബന്ധിതനായിത്തീരുന്നു. വിഖ്യാതനായ സോക്രട്ടീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? സോക്രട്ടീസ് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച ഒരു മനുഷ്യനാണ്, വലിയ തത്വചിന്തകൻ. ഈ തത്വചിന്തകനായ സോക്രട്ടീസിന് പല എതിരാളികളുമുണ്ട്. സോക്രട്ടീസ് നന്മയും സത്യവും നീതിയൊക്കെ പറഞ്ഞപ്പോൾ സോക്രട്ടീസിനെ ഇല്ലായ്മ ചെയ്യാൻ കുറേ പേര് തീരുമാനിച്ചു. ഗ്രീസിലാണ് ഇദ്ദേഹത്തിൻ്റെ ദേശം. ഇങ്ങനെ നാട്ടിലെ പ്രമാണിമാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി സോക്രട്ടീസിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഒരു പാത്രം വിഷം കൊണ്ട് കൊടുക്കുക, വിഷം കുടിച്ച് സോക്രട്ടീസ് മരിക്കണം, ഇതാണ് ശിക്ഷാവിധി. വിഷം കുടിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ശിഷ്യൻ ചെന്ന് സോക്രട്ടീസിനോട് പറഞ്ഞു, ഇതേ സോക്രട്ടീസേ, ഗുരുവേ, അങ്ങ് എന്തിനാ ഇത്രയും വാശി പിടിക്കുക? അവർ പറയുന്നതൊക്കെയാണ് ശരിയെന്നും അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മേലെ ജീവിതത്തിൽ എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് കഷ്ടപ്പെടുക? ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം തന്നെ വീണ്ടെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യാൻ മേലാത്തത് എന്നാണ് ശിഷ്യൻ്റെ ചോദ്യം. സോക്രട്ടീസ് അതിന് പറഞ്ഞ ഉത്തരം വളരെ വ്യക്തമാണ്. ശിഷ്യ, എൻ്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ നാളിതുവരെയും ഞാൻ ജീവിച്ച ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ അത്രയും തെറ്റായിരുന്നു എന്നേറ്റു പറഞ്ഞ് തിന്മയുടെ വ്യക്തികളും വക്താക്കളുമാണ് ശരിയെന്ന് സമ്മതിച്ച് എൻ്റെ ജീവിതത്തെ എനിക്ക് തള്ളിപ്പറയാം. അതല്ല എങ്കിൽ നാളിതുവരെയും ജീവിച്ച മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഈ മരണമെന്ന സഹനത്തെ സ്വീകരിക്കാം. ഏതാ വേണ്ടത് എന്ന് ചോദിക്കും.
സോക്രട്ടീസ് ചോദിക്കുന്നൊരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ജീവിതത്തിൽ ചിലതിനോടൊക്കെ നോ എന്ന് പറയേണ്ടി വരുമ്പോൾ, വേണ്ട എന്ന് പറയേണ്ടി വരുമ്പോൾ സഹനങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമായും സംഭവിക്കും. വേണ്ട എന്ന് പറയാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ, ഇല്ലേ? മനുഷ്യന് മാത്രമേ വേണ്ട എന്ന് പറയാനുള്ള കഴിവുള്ളൂ, ഇല്ലേ? പച്ചമീൻ വെട്ടി വെച്ചത് പൂച്ചയുടെ മുമ്പിൽ വെച്ച് കൊടുത്താൽ, ഓ ഇന്ന് ഫാസ്റ്റിംഗ് ഡേ ആണല്ലോ, ഉപവാസ ദിവസമാണല്ലോ, വെള്ളിയാഴ്ച ഉച്ചനേരമല്ലേ എന്ന് ഏതെങ്കിലും പൂച്ച വിചാരിക്കുമോ? പൂച്ച വിചാരിക്കുകയല്ല. പൂച്ചയ്ക്ക് വേണ്ടാന്ന് വെക്കാൻ അറിയത്തില്ല. പച്ചപ്പുല്ല് വെട്ടി അരിഞ്ഞ് പശുവിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്താൽ പശു വിചാരിക്കുമോ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണല്ലോ, അല്ലെ വിഭൂതിയാണല്ലോ, ഇന്ന് ഭക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണല്ലോ എന്ന് ഏതെങ്കിലും പശുവിന് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? പറ്റിയല്ല. പ്രിയപ്പെട്ടവരെ, അത് സ്വാഭാവികമാണ്. വേണ്ട എന്ന് പറയാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? മനുഷ്യനേ ഉള്ളൂ. മനുഷ്യൻ്റെ ഈ കഴിവാണ് നന്മയിലേക്ക് വളരാനുള്ള അവൻ്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കഴിവ്. ആ മരത്തിൻ്റെ പഴം തിന്നണ്ട എന്ന് ദൈവം ആദത്തോടും ഹവ്വായോടും പറഞ്ഞപ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ആദത്തിനും ഹവ്വായിക്കും ഉണ്ടായിരുന്നു. വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിവുള്ളവർ വേണം എന്ന് തീരുമാനിച്ചു. മനസ്സിലാകുന്നോ? സാഹോദര്യത്തെ, സ്നേഹത്തെ, അയൽവക്ക ബന്ധങ്ങളെ ഒക്കെ വിശുദ്ധമായ കണ്ണിലൂടെ കാണേണ്ടവർ അത് കാണണ്ട എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ, പണത്തോട് അമിതമായ ആർത്തി വേണ്ട എന്ന് ചിന്തിക്കാൻ കഴിവ് ദൈവം തന്നപ്പോൾ അത് വേണ്ട, എനിക്ക് പണം മതി എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറിയപ്പോൾ വേണ്ട എന്ന് പറയാനുള്ള മനസ്സിന് ദൈവം നൽകിയ വരപ്രസാദത്തെ നഷ്ടമാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപം ജനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷ് ഭാഷയിൽ ഓരോ വാക്കിന് സ്പെല്ലിംഗ് ഉണ്ട്, ഇല്ലേ? ഓരോ വാക്കിൻ്റെയും സ്പെല്ലിംഗ് ഉണ്ട്. ബസ് എന്നെഴുതുന്നതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? ബസ് എന്തെന്നാ? BUS ആണ്. അപ്പോൾ ഒരു കൊച്ച് പറഞ്ഞു, ഇതെന്നാ സ്പെല്ലിങ്, ഇങ്ങനത്തെ സ്പെല്ലിങ്ങൊക്കെ ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാൻ എഴുതാൻ പോകുന്ന ഇനി മുതൽ ബസ് എന്ന് പറഞ്ഞാൽ BAS എന്ന് എഴുതുള്ളൂ. മനസ്സുള്ളവർ വായിച്ചാൽ മതി, അല്ലേ? അങ്ങനെ വായിച്ചാൽ വല്ലതും അർത്ഥം കിട്ടുമോ? ജീവിതത്തിലെ ചില ലക്ഷ്യങ്ങളിൽ എത്തണമെങ്കിൽ നിയതമായ മാർഗങ്ങൾ പരിശീലിക്കണം. അതിന് സഹനം, കഷ്ടപ്പാട് ആവശ്യമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, സ്വാഭാവിക തലത്തിലെ ഇത്തരം സഹനങ്ങളെ നമുക്ക് മനസ്സിലാക്കുക എളുപ്പമാണ്. പക്ഷേ ഈ നിരപരാധിയായ ഒരു മനുഷ്യൻ സഹിക്കേണ്ടി വരുമ്പോൾ, ചില മനുഷ്യരുടെയൊക്കെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ ആറ്റിടാതെ കടന്നു വരുമ്പോൾ, കടബാധ്യതകളിൽ നിന്ന് കടബാധ്യതകളിലേക്ക് നീങ്ങിപ്പോകുന്ന കുടുംബം, ഒരു കുടുംബത്തിലെ ഒരംഗത്തെ ഒരുവിധം ചികിത്സിച്ച് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് അതേ കുടുംബത്തിൽ വേറൊരംഗം ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം വരിക. ഒരേ കുടുംബത്തിൽ തന്നെ 3 അംഗങ്ങൾ ഒരേ സമയം ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, എന്തേ ഇങ്ങനെ മനുഷ്യൻ സഹിക്കേണ്ടി വരിക എന്ന ചോദ്യത്തിന് വിശുദ്ധ ബൈബിള് ഗൗരവമായ ഉത്തരങ്ങൾ നൽകുന്നു. ആ ഉത്തരം നൽകുന്ന ബൈബിളിലെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഏതായിരിക്കും? വെറുതെ പറഞ്ഞു നോക്കിയേ, ഏതായിരിക്കും? ഒന്നോ ചിലരൊക്കെ പറയുന്നത് ശരിയാ. ഏതാ? ജോബിൻ്റെ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാലക്കാർക്ക് ഹല്ലേലൂയ പറയാൻ ഒരു ചെറിയ വിഷമമുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? ദൈവത്തിന് സ്തുതി എന്നാണ്, അല്ലേ? നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ കുർബാന പുസ്തകത്തിൽ നമ്മൾ സുവിശേഷം വായിക്കും, കുർബാനക്രമത്തിൽ, അല്ലേ? കുർബാനക്രമത്തിൽ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ എന്താണ്? അച്ഛൻ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ